നമ്മൾ ഇന്ന് ബാംഗ്ലൂർ പോവാണ് ഗൈസ്. ഇവിടെ മൈക്കില്ല, ഞങ്ങൾ പ്ലാൻഡ് അല്ലാത്തതുകൊണ്ട് മൈക്കില്ല, അതുകൊണ്ട് ഞാൻ കാരണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ബാംഗ്ലൂർ പോവാൻ. നമ്മൾ അടുത്ത് സ്റ്റോപ്പ് ചെയ്യാൻ പോകുന്നത് സുൽത്താൻ ബത്തേരി. അവിടെ നിന്ന് നമ്മൾ കഴിക്കാൻ വിൽറ്റൺ എന്ന് പറഞ്ഞൊരു ഹോട്ടൽ നമ്മൾ കണ്ടുപിടിച്ചു. നമ്മൾ അവിടെയാണ് കഴിക്കുന്നത് ഗൈസ്. ഒരു കാർ വരുന്നു, പോയിക്കോളൂന്ന് തോന്നുന്നു. പോയി. നിനക്കിതറിയായിരുന്നെങ്കിൽ ആദ്യം എന്നോട് പറഞ്ഞാൽ പോരാ. എനിക്കറിയായിരുന്നു, നീ എന്തിനാ ഓടിയത്? വണ്ടി മാറ്റാൻ. പോ, നമുക്കിനി അടുത്ത സ്ഥലത്ത് നിർത്താം. ചായക്കട. കാപ്പി വേണം? അത് പറഞ്ഞില്ല, എനിക്ക് കാപ്പി കുടിക്കണം ഗൈസ്. രാവിലെ ഞങ്ങളൊന്നും കഴിച്ചില്ല, ഇപ്പൊ എനിക്ക് ഭയങ്കരമായിട്ടും കാപ്പി കുടിക്കണം. നടക്ക്, നടന്നു. ശരിക്കും എന്താ നോക്ക്, എന്താ നോക്കണ്ടേ? ഈച്ച തേൻ കുടിക്കുന്നു. കണ്ടു. ഇതൊക്കെ ശ്രദ്ധിക്കണം. ജോ, എന്നെ ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് പക്ഷെ അതിന് മുന്നേ കാപ്പി കുടിക്കാൻ നിർത്തണേ. അപ്പൊ കാപ്പി വേണ്ടതാണോ പറയുന്നത്? എനിക്ക് കാപ്പി കുടിക്കാൻ, എനിക്ക് തളരുന്നു. ഓക്കെ, ഈസ് ഡ്രൈവിംഗ് ഗൈസ്. കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഓടിക്കേണ്ടി വരും. നമ്മൾ സുൽത്താൻ ബത്തേരി വിൽറ്റൺ ഹോട്ടലാണ്. നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നേക്കോ. കോഫി വന്നിട്ടുണ്ട്, അത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം എൻ്റെ ഇപ്പോൾ വഴക്ക് വന്നു, എനിക്കിത് ചെയ്യാൻ അറിയത്തില്ല. കാപ്പി കഴിക്കി അല്ലേ, കാപ്പി കഴിക്കി. എനിക്ക് അർത്ഥം നല്ലത് ബിരിയാണി കഴിക്കണോ, മന്തി കഴിക്കണോ, മീൽസ് കഴിക്കണോ, പൊറോട്ട കഴിക്കണോ, ഇതാണ് സംശയം. അത് എങ്ങനെ കൺക്ലൂഡ് ചെയ്യും? നീ പറയും. അതുകൊണ്ട് ആദ്യം ഞാൻ കാപ്പി കുടിക്കാൻ ഒന്നാണ് ബ്രെയിൻ വർക്ക് ചെയ്ത് അതിൻ്റെ ഇടയ്ക്ക് ഇവൻ എൻ്റെ വർക്ക് എടുത്തോ. എന്താ ഓർഡർ ചെയ്തേ? എങ്ങോട്ടേനി? എന്താ എങ്ങോട്ടേനി? നടന്നോ? എടുക്കുന്നോ? ഉറക്കം വരുന്നുണ്ടോ? വേണേ എടുക്കാം, എടുക്കാം. കുറച്ച് കണ്ടു തരാം. വേറെ എന്തെങ്കിലും പറയും. ഇപ്പൊ ട്രാഫിക് ആണെന്ന് പറയും. ട്രാഫിക് ആണ്, ഭയങ്കര പാടുണ്ട്, നല്ല ചൂടുണ്ട്. അപ്പൊ എനിക്ക് ഒന്നും പറ്റുന്നില്ല. AC അത്ര വർക്ക് ചെയ്യുന്നില്ല. AC വർക്ക് ചെയ്തില്ല. എല്ലാരും ഉണ്ടല്ലോ. ചൂടെടുക്കാൻ ഞാൻ നിർത്താൻ പോണേ. ഓക്കെ, ബൈ. കലിപ്പാണ് ഗൈസ്. ഹി ഈസ് നോട്ട് ലൈക്കിംഗ് ഇറ്റ്. ഇത് നിന്റെ ഏരിയ ആണെന്നാണ് പറയുന്നത്. യു കാൻ സ്റ്റോപ്പ്. ആ, പിന്നെ നിന്നെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ നടക്കണ്ടേ? എന്റെ പൊന്നു പോലെ എനിക്ക് സമയമില്ല. ഒന്നാമത് എനിക്ക് ക്ഷീണമായി. എനിക്ക് ക്ഷീണം കഴിച്ചിട്ടൊരു ദിവസമില്ലല്ലോ. ഇത് നിന്റെ ഏരിയ എന്നാ പറയുന്നത്. നമുക്ക് എല്ലാരും നിർത്തിയിട്ടുണ്ട്. നോ ട്രസ്പാസിംഗ്, നോ പാർക്കിംഗ്, നോ ലിറ്ററിംഗ്, നോ സ്കൂളിംഗ്. കറക്റ്റ് ആയിട്ട് വന്നല്ലേ ബോർഡ്? എന്ത് ചെയ്യുവാ?
പഠിച്ചോ? കാട് 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 കാട്ടിലെത്തി ഗൈസ് ഞങ്ങൾ. നമ്മളിങ്ങനെ ഫോറസ്റ്റ് റൂട്ടിലൂടെ ഇങ്ങനെ പോയിട്ടിരിക്കുക. നല്ല കാറ്റുണ്ട്, നല്ല പ്രകൃതി രമണീയതയും ഉണ്ട്. AC യോ? AC ഇല്ല. ഇതാണ് കാട്ടിൽ കൂടി പോകുന്നത്. ഫുൾ കാടാന്നാ പറയുന്നേ. ഇതല്ല കാട്. ഞാൻ പറഞ്ഞ ഫോറസ്റ്റ് റൂട്ടിലേക്ക് കയറാൻ പോകുമ്പോ പക്ഷെ ഓൾമോസ്റ്റ് ലൈക്ക് അത്ര ഇവിടെ അത്ര ആൾക്കാരുണ്ടോ? ഇല്ല. അത് ഫോറസ്റ്റ് ആയി. ആൾക്കാരില്ലെങ്കിൽ ഫോറസ്റ്റ് ആണെന്നാ പറയുന്നേ. ഞാൻ ഉദ്ദേശിച്ചത് ഭയങ്കര പീസ്ഫുൾ സ്ഥലം. നമ്മള് മൂന്നാറൊക്കെ പോകുമ്പോഴത്തേനും ഉള്ളില്ലേ കുറെ ഒരു ആ പൈൻ ഫോറസ്റ്റ് ആ ഒരു ഇതുപോലെയൊക്കെ ലൈക്ക് വെരി കാം അങ്ങനത്തെ പോലെ ഇടയ്ക്കിടയ്ക്ക് ഒരു കടയൊക്കെ ഉണ്ടെങ്കിലേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ ഫോറസ്റ്റ് റൂട്ടിൽ കൂടിയാ പോകുന്നേ. AC ചെറുതായിട്ട് വർക്ക് ആവാൻ തുടങ്ങിയപ്പോഴേക്കും ഗ്ലാസ് താത്തി. എന്തിനാ 2000 രൂപ? നിർത്തിയ 2000 രൂപ ഫൈൻ. നിനക്കല്ലായിരുന്നോ വണ്ടി ഇവിടെ വഴി നിർത്തിയിട്ടിട്ട്? ഫോറസ്റ്റ് ഏരിയയിൽ ഒരിക്കലും വണ്ടി നിർത്താൻ പാടില്ല. ഇവിടെ എന്നിട്ട് കടുവയുണ്ടെന്നല്ലേ നീ പറഞ്ഞത്? അല്ലേ? കടുവ നിനക്ക് മുമ്പ് വന്നേ വിട്ടിട്ടു കണ്ടെടുത്ത് ഇവര് കടുവേനെ കാണോ? കടുവയോ? വ്ളോഗിങ് പറ്റുന്നില്ല ഗൈസ്. നമ്മൾ കുറെ കാര്യങ്ങൾ കാണുന്നുണ്ട്, പക്ഷെ നമുക്ക് ഒപ്പിയെടുക്കാൻ പറ്റുന്നില്ല. ഒരു 5-6 പേരൂടെ കാണാം അല്ലേ? ഓരോ ക്യാമറ ആയിട്ട് എനിക്ക് വേണ്ട രീതിയിൽ അപ്പുറത്തോട്ട് തലയിട്ട് ചാടി എടുക്കുക. വണ്ടിയുടെ മുകളിൽ അതിനിപ്പോ ഇത് തിരിക്കാൻ പറ്റത്തില്ല. ഓ ഓക്കേ ഗൈസ് ലുക്ക് അറ്റ് ദിസ്. ആദ്യമായിട്ട് വയനാട്ടിൽ കൂടെ വരുന്നതല്ല ആർക്കും. നീ വഴി പോയിട്ടുണ്ടോ? ഞാൻ പോയിട്ടുണ്ട്. ഇല്ല. എന്താ ബാംഗ്ലൂര് പോയാൽ മാത്രമേ ഈ വഴി പോകാൻ പറ്റത്തുള്ളൂ. ഇല്ലേ വെറുതെ വണ്ടി ഓടിക്കാലോ. ഇപ്പൊ നമ്മൾ എവിടെയാ പോകുന്നത്? ബാംഗ്ലൂരല്ലേ പോകുന്നത്? പിന്നെ എന്നാ നിന്റെ സംശയം? അതെനിക്ക് ഓർമ്മയില്ല. ഓർമ്മയില്ലെന്നാ, പക്ഷെ ഞാൻ ഇവിടേക്ക് വന്നിട്ടുണ്ട്. നിക്ക് കാണുന്നില്ല. അതാ പോയതാണ് ആടിന്. കണ്ട് ഇവരൊക്കെ നിർത്തിയിട്ടുണ്ട്. എടാ അവൻ ആൾക്കാരെ ഇറക്കാൻ നിർത്തിയത് അതുപോലാണോ നീ? പിന്നെ കേട്ടോ അത് ആൾക്കാരെ ഇറക്കാൻ വിടുന്നത്. ഓ ക്വാളിറ്റി പോയി. എനിക്കിതിനെ പറ്റി വലിയ ജ്ഞാനം ഇല്ലാത്തോണ്ടേ. എന്നത് ചോദിക്കണോ? വൈൽഡ് ഹണി ഇതൊക്കെ ഇവിടെ സെല്ല് ചെയ്യുന്നുണ്ടെങ്കിൽ നിർത്താൻ പറ്റണ്ടേ? I don't know, there's a shop there. അങ്ങനെ വല്ലതും കയറ്റി ഇടായിരിക്കും. അല്ലാതെ ചുമ്മാ അത് കടയൊന്നും തുറന്നിട്ട് പോലും ഇല്ല. എനിക്ക് തോന്നുന്നു നിർത്താൻ ഒരു കുഴപ്പമില്ല. നീയോ എവിടെ? നീ കേട്ടോ ഗൈസ് സ്പോട്ട് നീ വാടാ. Lots of monkeys. Lots and lots. നിലത്ത് വരെ monkeys ആണ്. നമ്മളിപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നു. Where is it? നമ്മളെ കയറ്റി വിട്ടുന്നുണ്ട്, പക്ഷെ നമുക്ക് സ്ലിപ്പൊന്നുമില്ല. സ്ലിപ്പ് വേണ്ടല്ലോ. ഈ വൃത്തികെട്ടവൻ്റെ കൂടെ ഞാൻ എന്ത് ധൈര്യത്തിലാണ് വന്നേക്കുന്നത്? എന്തൊക്കെ പറഞ്ഞാലും അവരതൊക്കെ സംശയാ. എന്തുകൊണ്ട് വണ്ടി നിർത്തിക്കൂടാ? എന്തുകൊണ്ട്? അടുത്ത സംശയം ഞങ്ങളാ. അതാണോ നിന്റെ സംശയം? ഇപ്പോഴാണോ അത് പറയുന്നത്? ശരിക്കും ഗൈസ് ഏതോ ഒരു കാട്ടിലാക്കും ഇവിടെ ഫ്യൂവൽ അടിക്കാൻ ആൾക്കാർ സ്പീഡ് വരാതിരിക്കാൻ. ആകെ 60 കിലോമീറ്ററിലേക്ക് പോകാൻ പറ്റുള്ളൂ. അത് നമ്മുടെ വണ്ടി, ബാക്കിയുള്ളവരുടെ വണ്ടിക്ക് സ്പീഡുണ്ട്. ശ്രദ്ധിക്കണം നീ പറയുമ്പോ സൂക്ഷിച്ചു വേണം പറയാൻ. ഞങ്ങൾക്ക് ഇത് പറ്റുമോ തോന്നില്ല ഗൈസ്. ഒരു വ്ളോഗിങ് നമ്മളെ കൂടെ പറ്റില്ല തോന്നുന്നു.
We are trying our level best. ക്ലാസ് പിന്നെ ഇവിടെ ഒന്നും മിണ്ടായിരിക്കും, പുലിയൊന്നും ഇവിടെ ഇല്ല. നിർത്താൻ പാടില്ല, വേഗം പോ. ഞാൻ വണ്ടി എടുക്കണ്ടേ? ഇല്ല പയ്യെ പോണേ. ഇല്ല, സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ലേ? സൂപ്പർ റോഡാണേ. ഭയങ്കര രസമായില്ലേ ഓടിക്കാല്ലേ? വേണ്ട, ട്രാഫിക്കിൽ ഓടിച്ചിട്ട് നല്ല റോഡ് എത്തിയപ്പോഴേക്കും നീ എടുത്തല്ലേ? സാധാരണ ഞാൻ ഓടിക്കാറുണ്ടല്ലോ. എവിടെ? കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ബാംഗ്ലൂർ വന്നപ്പം പകുതി കൂടുതൽ ഞാനാ ഓടിച്ചത്. രാത്രി 1 മണിക്കൂർ. പിന്നെ ഒയ്യോ, വീഡിയോ എന്റെ ലെൻഡ്സ്കേപ്പ് കാണാനില്ലേ? കഴിഞ്ഞ നേരത്തെ റെക്കോർഡ് ചെയ്തതും കാണുന്നില്ലായിരുന്നല്ലോ, റെക്കോർഡ് ചെയ്തതും ഇല്ല. എന്റെ ലെൻഡ്സ്കേപ്പ് നീയാണ് കളഞ്ഞത്. കാര്യം മനസ്സിലാക്കണം, എന്ത് വന്നാലും എന്റെ തലയോട് വലിയ കയറുന്ന സ്വഭാവം നിർത്താൻ മതി. ലെൻസ്കേപ്പ് ഞാനാണ് ഇത്. ഇവിടെയൊക്കെ എലിഫന്റ്, അത് പശുവാണെന്ന് തോന്നുന്നു. പൂപ്പ് കണ്ടപ്പോഴേ നിനക്ക് വണ്ടിനെ കുറിച്ച് പറ. വണ്ടിനെ കുറിച്ച് വണ്ടിയെ പറ്റി. ഓക്കെ, ഈ വണ്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. എന്താ വെച്ചാൽ ആദ്യം വാങ്ങിച്ചപ്പോൾ ഇത് മറ്റേ ഇത് സ്കെലറ്റൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നുവെച്ചാൽ അങ്ങനെയായിരുന്നെന്ന് തോന്നുന്നു. എനിക്ക് എന്തൊക്കെ സ്പ്ലാഷ് ചെയ്ത പോലെയൊക്കെ. കുറച്ചൊക്കെ കഥ പറയുന്നത് അല്ല, നീ ഇല്ലായിരുന്നു. നമ്മളൊന്ന് ഇടുക്കി അല്ല, ഇടുക്കി ഞങ്ങൾ പോയപ്പം ഞാൻ ആശിക്കും അമ്മയുടെ കൂടെ പോയപ്പം അന്നൊക്കെ എന്നതായിരുന്നു വണ്ടിയുടെ അടിയിൽ നിന്നൊക്കെ ലീക്ക് അങ്ങനെയായിരുന്നു. പിന്നെ ഫുൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ അന്ന് ഞാൻ ഓടിക്കുമായിരുന്നു ഈ വണ്ടി. പക്ഷെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു, എപ്പോഴെങ്കിലും നിന്ന് പോവോ ലൈക്ക് അങ്ങനെയൊക്കെ. പക്ഷേ എനിക്ക് ഈ വണ്ടി ഭയങ്കര ഇഷ്ടമാണ്, ഓടിക്കാനും ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. സീറ്റ്സ്, പാസഞ്ചർ സീറ്റ്സും അടിപൊളിയാ. എപ്പോഴും കയറി പറ്റുമത്. പിന്നെ എനിക്ക് ഈ വണ്ടി ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഈ വണ്ടി അങ്ങനെ ഓടിക്കാറില്ല. കഴിഞ്ഞ ദിവസം അപ്പം ഓടിച്ചിട്ട് എന്നോട് പറയണേ, ഈ വണ്ടി ഓടിച്ചാൽ അങ്ങോട്ട് തിരിച്ചാൽ ഇപ്പുറത്തെ കണ്ടത്തിൽ പോകുന്നു. അതുകൊണ്ട് ഇനി ഭയങ്കര പ്ലേയാ സ്റ്റിയറിങ്ങിന്. പക്ഷെ അതാ ഇതിൻ്റെ ഒരു ഫണ്ണെന്ന് തോന്നുന്നത്. നിനക്കെന്താ തോന്നുന്നത്? നിനക്ക് ഈ വണ്ടി ഏറ്റവും ഇഷ്ടമാണ്? നീ പറയും നേരെ പോകാനായിട്ടെങ്കിലും സ്റ്റിയറിംഗ് പിടിക്കണ്ടേ? സ്റ്റിയറിംഗ് നേരെ പോകാനായിട്ട് ഇങ്ങനെ പിടിക്കണം. ശരിക്കും പിടിക്കണം. സോ ദിസ് ഇസ് ലിറ്റിൽ ഡിഫിക്കൽട്ട്. അതിന് പക്ഷെ ഓടിച്ചു കഴിയുമ്പം നമുക്ക് ഇഷ്ടമാവും. എൻ്റെ ഫസ്റ്റ് ലോങ് ഡ്രൈവ് എവിടെയായിരുന്നു അറിയാം? കോട്ടയത്ത് നിന്ന് ഗോവയിലായിരുന്നു ഫസ്റ്റ് ഈ വണ്ടി ഓടിച്ചത്. അന്ന് വികലാംഗനായ ആഷിക്കിനെ ഞാൻ വർക്കിന് കൊണ്ടുപോയത്. പെട്ടെന്ന് റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്തു. എന്റെ കഥ തീർന്നിട്ട് സ്റ്റോപ്പ് ചെയ്ത് കൈയും കെട്ടിയിരിക്കുമായിരുന്നു. ആ ഗോവയിൽ അന്ന് ഞാൻ ഓടിച്ചത്. അന്ന് പക്ഷെ ഫുൾ പ്രശ്നങ്ങളൊന്നും വണ്ടിയുടെ തീർന്നിട്ടില്ല. എല്ലാം ഇങ്ങനെ പതുക്കെ നമ്മൾ സോർട്ട് ചെയ്യുന്നതേ ഉള്ളൂ. സെൽഫി എടുത്ത് പറയാം, പിടിച്ചോണ്ടിരിക്കും. അത് കഴിഞ്ഞപ്പം തൊട്ട് ദിസ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഫേവറേറ്റ് കാർസ് എനിക്ക്. അങ്ങനെ പക്ഷെ ഭയങ്കര രസമാണ്. നീ പറയണി, നീ ഈ വണ്ടിയെ പറ്റി ഒരു അഭിപ്രായം പറഞ്ഞു. 2 വാക്കാണ് പറയുന്നത്. 2 വാക്കല്ല, കുറച്ച് പറയൂ. ഹൈലക്സിനെ പറ്റി എന്താണ് എനിക്ക് പറയാനുള്ളത്? ഹൈലക്സിനെ പറ്റി നിന്റെ മുഖം കാണിക്കാം, എന്റെ മുഖമാണോ ഇതിനകത്ത് കാണിക്കുന്നത്? ഹൈലക്സിനെ പറ്റി 2 വാക്ക് പറയാനുള്ളത്. ഞാൻ ആദ്യമായിട്ട് വണ്ടി ഓടിക്കുന്നത് രാത്രിയിലാണ്. അന്ന് നല്ല മഴയുണ്ടായിരുന്നു. കുട്ടിക്കാനത്ത് നിന്ന് കോട്ടയം വരെയാണ് ഓടിച്ചത്. വണ്ടി കയറി 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഒന്നും കാണാൻ പറ്റാതെയായി. ഇതിന്റെ ചില്ലിൽ കൂടി എന്ത് നോക്കിയാലും ഡയമണ്ട് ഷേപ്പിലേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നാൽ ആ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് നമുക്ക് ഹാർട്ടിന്റെ ഷേപ്പിലും ഡയമണ്ട് ഷേപ്പിലും കാണാം. റോഡ് പിന്നെ കാണാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷെ ഇവന് ഈ വണ്ടി ഭയങ്കര ഇഷ്ടമാണ്. ഏതോ ഒരു പോയിന്റിൽ നമ്മൾ വേറെ ഏതോ കാർ എടുക്കാൻ ഡിസൈഡ് ചെയ്തപ്പോൾ നമ്മൾ എല്ലാവരോടും ചോദിച്ചു ഈ വണ്ടി കൊടുക്കുന്നത്. അപ്പം ഊന്നി പറഞ്ഞത് ആരാ? വേണ്ട നീയല്ലേ പറഞ്ഞു. ബാക്കി പറയാം.
ബാക്കി എന്താ What do you like about this car? What I like about this car? I like to drive this car. പിന്നെ ഈ കാർ ഓടിക്കുമ്പോൾ ആരും ചിരിക്കാൻ പാടില്ല. അത് ആശിക്കിട്ട് റൂളാണോ? അതെന്തായിരുന്നു റൂൾ? മാഫിയ ലുക്കിൽ മാത്രമേ കാർ ഓടിക്കാൻ പാടുള്ളൂ. പക്ഷെ നിങ്ങൾ ചിരിച്ചിട്ടൊക്കെ ഓടിക്കണം. ആര്? നമ്മള്. കാരണം നമ്മളെല്ലാം മറ്റേ ബുദ്ധി ഇല്ലാത്ത പിള്ളേരെ കാണിക്കുന്നതാണ് പകുതി കാര്യം ചെയ്യുന്നത്. കാരണം നമ്മൾ അത്ര തിങ്ക് ചെയ്യാറില്ല സിറ്റുവേഷൻസ്. ഇതിനുള്ള സാധനങ്ങളൊന്നും ഇല്ലേ കൈവേദന എടുക്കാതിരിക്കാനുള്ളതൊന്നും. പിന്നെ ഞാൻ അതും പിടിച്ച് തല വെച്ച് എൻ്റെ കുടിക്കാൻ ഞാൻ കൈവേദന എടുക്കാൻ വലിയ ആൾക്കാരാണ്, പക്ഷെ കൈവേദന എടുക്കുന്നു. ഇത് ഇവിടെ സ്റ്റാൻഡ് വെക്കാനൊന്നും ഇല്ല. കഴിഞ്ഞ ദിവസം ഞാൻ നിന്നെ ആമസോണിൽ ഒരു സാധനം കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ മറ്റേ വാക്യൂം ചെയ്ത് വെക്കുന്ന ഒരു ഫോൺ ഹോൾഡർ. അത് കണ്ടപ്പോഴാണ് ഇതൊക്കെ ഇപ്പോഴാണോ കാണുന്നത്? വർഷങ്ങൾ മുന്നേ ഉള്ളതാണ്. അവിടെ എന്ത് ചെയ്ത് കണ്ടോ? ആ അപ്പൊ പിന്നെ കൈവേദനയൊക്കെ എടുക്കും. പിന്നെ ഇവിടെ ഒന്ന് സ്പീഡിൽ പോലെ 30 ഇവിടുത്തെ ലിമിറ്റ്. അത് ഈ വണ്ടി ഉള്ളതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നതുകൊണ്ട് ഞാൻ ഇച്ചിരി പതുക്കെ പോകുന്നു. അല്ലെങ്കിലും പതുക്കെയാ പോകുന്നത്. ഈ വണ്ടി പതുക്കെ പോകത്തുള്ളൂ. പതുക്കെ പോലെ അസുഖം. പിന്നെ ഞങ്ങൾ ഇന്നലെ കാലിക്കറ്റിൽ നിന്ന് വയനാട് പോവായിരുന്നു രാത്രി. അപ്പോൾ 11 മണിയൊക്കെയപ്പോഴേക്കും ഒരു പയ്യനൊരു RX-ൽ ചേസ് ചെയ്ത് ഞങ്ങൾ നിർത്തിച്ചു. അതിങ്ങനെ കൈ കാണിച്ച് ഞങ്ങൾ നിർത്തിച്ചു. എത്തിട്ട് അവിടെ പറഞ്ഞ് എത്തിട്ട് എന്നിട്ട് അവൻ ചോദിച്ചത് എന്താ, ഈ വണ്ടി എത്ര സ്പീഡിൽ പോവും, ഈ വണ്ടി കയറ്റം കയറും, ഇതൊക്കെയായിരുന്നു അവൻ അറിയേണ്ടത്. രാത്രി ഒരാൾ കൈ കാണിച്ച് നിർത്തിച്ചപ്പോൾ ആദ്യം നമ്മളൊന്ന് പേടിച്ചു. ഞാൻ പെട്ടെന്ന് പേടിച്ചു. കാരണം നമ്മൾ അത്ര ഫാമിലിയർ ആയിട്ടുള്ള റോഡ്സ് ഒന്നും അല്ലല്ലോ. ആരും സ്ട്രീറ്റ് ലൈറ്റ്സ് ഒന്നും ഇല്ലാത്ത ആരും ഇല്ലാത്ത റോഡിൽ അവൻ വന്ന് കൈ കാണിച്ച് നിർത്തിച്ചു. എന്നിട്ട് അവൻ പറഞ്ഞു, പേടിക്കണ്ട, എനിക്കൊരു ഹൈലക്സ് ഉണ്ട്, അതുകൊണ്ട് പേടിക്കണ്ട, എനിക്കൊണ്ടൊരു ഹൈലക്സ്. അപ്പൊ വേറെ ആരോടും ചോദിക്കാൻ പറ്റില്ല. ഈ വണ്ടിയുടെ റീൽസ് ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ പേടിച്ചപ്പോ ഞാൻ പിന്നെ പെട്ടെന്ന് ഇവന്റെ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ തോട്ടുമായിരുന്നു. അപ്പത്തേക്ക് അവന് മനസ്സിലായിരുന്നു തോന്നുന്നു. അപ്പൊ അവൻ പെട്ടെന്ന് അപ്പുറത്തെ സൈഡിലോട്ട് പോയി. പാവം ഒരാളായിരുന്നു. അപ്പൊ അവൻ അറിയേണ്ടത് ഈ വണ്ടി സ്പീഡിൽ പോവോ, ഈ വണ്ടി കയറ്റം കയറുവോ, ഈ വണ്ടി എത്ര ടോപ്പ് സ്പീഡ് പോകും. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, ഈ വണ്ടി ഞങ്ങൾ പയ്യെ ഓടിക്കാറുള്ളൂ, 80-90 പോകാറുള്ളൂ, പിന്നെ പയ്യെ കയറത്തുള്ളൂ, ഈ വണ്ടി അങ്ങനെയാന്നൊക്കെ പറഞ്ഞു. അപ്പൊ അവന്റെ ഡൗട്ട്, അവൻ ആ വണ്ടി ഇപ്പൊ എടുത്തുള്ളായിരുന്നു. അപ്പൊ അവൻ ആ വണ്ടി ഈയിടയ്ക്ക് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ അവനാ എഞ്ചിൻ ആരെങ്കിലും മാറ്റി പറ്റിച്ചോന്ന് അറിയാൻ വേണ്ടി അവൻ ഞങ്ങളുടെ അടുത്ത് വന്ന് ചോദിച്ചതാ. അവന്റെ വണ്ടി സ്പീഡിൽ പോകുന്നില്ല, അവന്റെ വണ്ടി പയ്യെ ഓടിക്കാൻ പറ്റുന്നുള്ളൂ, അതറിയാൻ വേണ്ടിയിട്ടായിരുന്നു അവൻ ഞങ്ങളുടെ അടുത്ത് വന്ന് ചോദിച്ചത്. പക്ഷെ ഈ വണ്ടി അങ്ങനെയാണ്. ഈ വണ്ടിയുടെ സ്വാഗ് അങ്ങനെയാണ്. ഈ വണ്ടി പയ്യെ പോകത്തുള്ളൂ. സ്ലോ ബട്ട് വെരി നൈസ് ടു ഡ്രൈവ്. അല്ലേ? നമ്മൾ ഇതുവരെ ടയേർഡ് ആയിട്ടില്ല കേട്ടോ. അന്ന് ഞങ്ങൾ ഗോവ വരെ ഓടിച്ചെന്ന് പറഞ്ഞു. നീ ഇത്ര നേരം കിടന്ന് ഉറങ്ങുമായിരുന്നില്ലേ? നീ ടയേർഡ് ആകത്തില്ലെന്ന് പറഞ്ഞത് വണ്ടിയിലിരുന്ന് ടയേർഡ് ആകത്തില്ല. സോ നമ്മളിപ്പോ സൺഫ്ലവേഴ്സ് കണ്ടിട്ട് നിർത്തിയതാ. ലിപ്സ്റ്റിക് ഒക്കെ ഇടുക. പക്ഷെ ഞാൻ ഫോട്ടോ എടുക്കുന്നില്ല, അതറിയത്തില്ല. ഞാൻ വെറുതെ നിർത്താൻ പറഞ്ഞതാ. ലിപ്സ്റ്റിക് ഒക്കെ ഇടുന്നുണ്ട്. ഞാൻ പോയിട്ട് വരാം. ഇവിടെ വണ്ടി ഓഫ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ വരാവേ. ചൂടായതുകൊണ്ട് നമ്മൾ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു. വിണ്ടാൻ പോലും വയ്യായിരുന്നു. ഇപ്പൊ ഇവിടെ തണലായി ചെറുതായിട്ട്. അപ്പൊ ഒരു സുഖമുണ്ട് അല്ലേ? അതെ, ഭയങ്കര ചൂടായിരുന്നു. ഇപ്പൊ തണലായി, അപ്പൊ ഒരു സുഖമുണ്ട്. മഴ കൂടിയുന്നുണ്ട്. ആണോ? നല്ല രസമുണ്ടല്ലേ? കണ്ണി ഫുൾ ഇതാ. നനഞ്ഞോ? ഇല്ല.
ഗൈസ് നേരത്തെ ചൂട് കാരണം AC വർക്ക് ചെയ്യുന്നില്ല. ഇപ്പം മഴ കാരണം കാണാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാം കേട്ടോ. വണ്ടി അനങ്ങാൻ പോയി വിടുന്നില്ല, ഫുൾ മഴയാണ്. ഇങ്ങനെ കാണുന്നു, വിസിബിലിറ്റി വളരെ എനിക്കൊന്നും കാണുന്നില്ലല്ലോ. കാരണം ഞാൻ പറഞ്ഞില്ലേ ഡയമണ്ട് വരുമ്പോ മഴ പെയ്താല് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഡയമണ്ട് വരും, സ്റ്റാർസ് വരും. മാപ്പ് ഇട്ടേക്കുന്ന എൻ്റെ ഫോണിൽ 1% ചാർജ് ആയി. അപ്പൊ റീൽസ് കാണണമെന്ന് പറഞ്ഞ് സ്വന്തം ഫോൺ ഫുൾ ചാർജ് ആക്കിക്കൊണ്ടിരിക്കുക. മാറ്റിപ്പോ അതിലൊന്നൊരു വിഷമം പറഞ്ഞു. ഫൈനലി എവിടെ എത്തി? ഇലക്ട്രോണിക് സിറ്റി എത്തിയിട്ട് ഒരു 1/2 മണിക്കൂറായി. പക്ഷെ ഇവിടെ നിന്ന് മാറിയിട്ടില്ല. നമ്മുടെ ഫ്ലാറ്റ് കാണാറുണ്ട്. നമ്മൾ ബാംഗ്ലൂർ എത്തി. എനിക്കൊരു പാഴ്സൽ കയറ്റി വിടാറുണ്ട്. ഹായ് ഗൈസ്, ഞാൻ എത്തി. ഇനി ഞാൻ പോവാം. എങ്ങനെയായിരുന്നു ഡ്രൈവ്? അടിപൊളിയാണ്. ഞാനില്ലായിരുന്നു ഡ്രൈവില്, ഞാൻ എയറോപ്ലെയിനിലായിരുന്നു. പക്ഷെ നമ്മൾ സ്കാം ചെയ്തു, ഇവരെ കൊണ്ട് ഓടിപ്പിച്ചു. എന്തിനാ ഓടിപ്പിച്ച അശോക്? വണ്ടി നിർത്തിക്കാതെ ഇരിക്കാനായിട്ട്. ആ ഗുഡ്. നിനക്ക് എന്താ നല്ലൊരു കൺവിൻസ്ഡ് ആയോ? 92%. നിനക്ക് എന്താ തോന്നുന്നു അതിനെപ്പറ്റി? വിൽക്കണോ വേണ്ടോ? വേണ്ട. നോ മണി ഫോർ ഡിഫൻഡർ. ബൈ ഗൈസ്. ബൈ പറയ്. ബൈ. അശോക് ബൈ പറയ്. സൈനിങ് ഔട്ട്.